Hello everyone, myself Atul Krishna, CMAUSF faculty ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാർട്ട് 2 അല്ലേ, പാർട്ട് 2 തിയറി ടോപ്പിക്കാണ്. ഓക്കെ, തിയറി ടോപ്പിക് നമുക്കറിയാം A to F സെക്ഷൻസ് ഉണ്ട് അല്ലേ, പാർട്ട് 1 ആയിക്കോട്ടെ പാർട്ട് 2 ആയിക്കോട്ടെ. അപ്പം പാർട്ട് 2 തിയറി ടോപ്പിക് സെക്ഷൻ D ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്ഷൻ D റിസ്ക് മാനേജ്മെന്റ് അല്ലേ, ടോപ്പിക്കിന്റെ പേര് റിസ്ക് മാനേജ്മെന്റ് അല്ലേ. റിസ്ക് ആണോ? അല്ല, റിസ്ക് അല്ല. ടോപ്പിക്കിന്റെ പേര് മാത്രമാണ് റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ റിസ്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത് റിസ്ക് അല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളുടെ റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് റിസ്ക് മാനേജ്മെന്റിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ നമുക്ക് നോക്കണ്ടേ അല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വേണമല്ലേ. നിങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് നമ്മളൊക്കെ നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് CMAUSA പഠിക്കേണ്ടത്, ഓരോ സെക്ഷനും ഓരോ ഫാക്കൽറ്റീസും ഡിസ്കസ് ചെയ്യും വരാൻ പോകുന്ന സെക്ഷൻസിൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ D പാർട്ട് 2 റിസ്ക് മാനേജ്മെന്റ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കേ, എല്ലാ കമ്പനിക്കും റിസ്ക് ഇല്ലേ? റിസ്ക് ഇല്ലാത്ത കമ്പനീസ് ഉണ്ടോ? ഇല്ല, റിസ്ക് ഇല്ലാത്ത കമ്പനീസ് ഇല്ല. ഒരു പെർസെൻറ്റേജ് എങ്കിലും കമ്പനീസ്, ബിസിനസ് ആണല്ലേ, ബിസിനസ് ആണെങ്കിൽ റിസ്ക് ഉണ്ടായിരിക്കും അല്ലേ. ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്കുകളെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കത് മാനേജ് ചെയ്യണ്ടേ. കാരണം ഒന്ന് ശ്രദ്ധിക്കണേ, ഏതൊരു കമ്പനിക്കും ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ. എവരിവൺ ഒന്ന് പറഞ്ഞേ, ഏതൊരു കമ്പനിക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ. ഈ ലക്ഷ്യത്തിലേക്ക് കമ്പനിക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ല. ലക്ഷ്യത്തിനെ തടസ്സം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയാണ് റിസ്ക്. ഈ റിസ്ക് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ മാനേജ് ചെയ്യണം. ഈ കാര്യങ്ങളാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊരു കമ്പനിക്കും ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാവും അല്ലേ. ഈ ലക്ഷ്യത്തിലേക്ക് കമ്പനിക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നില്ല. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഏതൊരു ബിസിനസ് മാൻ ആയിക്കോട്ടെ, ബിസിനസ് തുടങ്ങുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കൂലേടാ, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ലേ. ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കമ്പനിയെ തടസ്സം ചെയ്യുന്നുണ്ടോ, ഹിൻഡർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് റിസ്ക്? അല്ലേ, എന്താണ് റിസ്ക് എന്ന് ചോദിച്ചാൽ, കമ്പനിക്ക് ലാഭം വരാനുള്ള ചാൻസ് ഉണ്ട്. ലാഭം മീൻസ് പ്രോഫിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എൻ്റെ കമ്പനിക്ക് കഴിഞ്ഞ 5 വർഷം പ്രോഫിറ്റാണ്, നല്ല പ്രോഫിറ്റാണ്. അതിന് വരാൻ പോകുന്ന വർഷം ചാൻസ് ഉള്ളത് പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ചുള്ള റിസ്ക് ഉണ്ടാടാ? ഇല്ല, റിസ്ക് ഇല്ല. കാരണം പ്രോഫിറ്റാണ്. കമ്പനിയെ സംബന്ധിച്ചുള്ള റിസ്ക് ഇല്ല. കമ്പനിക്ക് പക്ഷേ നഷ്ടം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം നഷ്ടം, അതിന് വരാൻ പോകുന്ന വർഷം നഷ്ടം വരാൻ തന്നെ ചാൻസ്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ടോ? ആ നഷ്ടം വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. ലാഭമുള്ള കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് വലിയ റിസ്ക് ഇല്ല എന്നല്ല, നമ്മൾ പൊതുവെ എന്താ പറയുക, പ്രോഫിറ്റും ഉണ്ട് ലോസും ഉണ്ട്. ഏതാ പോസിറ്റീവ് ഇമ്പാക്ട്? പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെ, കമ്പനിയെ സംബന്ധിച്ചോളം നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഇത് ലോസ്, നഷ്ടം വരാന്നുള്ളത്. അപ്പൊ ഈ നഷ്ടം വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ലോസ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ റിസ്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ലൈനെ നമ്മൾ പഠിച്ചുള്ളൂ. എന്താണ് റിസ്ക്? നിങ്ങളോട് അളവെന്ന് ചോദിച്ചു, എന്താണ് റിസ്ക്? അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ടോ, ആ നഷ്ടം വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസ്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഓക്കെ അല്ലേ. നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കണ്ടേ? ഡെഫിനിഷൻ കൊടുക്കുവാണെങ്കിൽ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഒരു കമ്പനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഈ എല്ലാ കമ്പനിയും ലക്ഷ്യം തടാ അല്ലെ. ഏതൊരു കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും. പെട്ടെന്ന് ഈ കമ്പനിക്ക് അല്ലെ, നമ്മളൊരു ഓർഗനൈസേഷനാണ്, ഇത് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ കമ്പനിയാണ് അല്ലേ. ഈ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഓക്കെ, ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് കമ്പനി എത്തണ്ടേ? ഓക്കെ, ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കമ്പനീനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നുണ്ട്. ഈ തടസ്സം ചെയ്യുന്ന കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഏത്? റിസ്ക്. അതാണ് റിസ്കിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചോക്കെ. റിസ്ക് ഈസ് എനി ഇവന്റ് അല്ലേ. റിസ്ക് ഈസ് എനി ഇവന്റ്, എന്ത് ഇവന്റ് ആയിക്കോട്ടെ, എന്ത് ആക്ഷൻ ആയിക്കോട്ടെ, ദാറ്റ് ക്യാൻ കീപ്പ് അല്ലെങ്കിൽ ഹിൻഡർ അല്ലെങ്കിൽ പ്രിവെന്റ്, തടസ്സം ചെയ്യാന്നുള്ള മീനിങ്ങാ. ഏതിൽ നിന്ന് തടസ്സം ചെയ്യുക?
കമ്പനിക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലെ, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. എന്താ? റിസ്ക് ഈസ് എ ചാൻസ് ഓഫ് ലോസ്. കമ്പനിക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഏതൊരു ഇവന്റ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, കമ്പനിയിലെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തടസ്സം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ വീണ്ടും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. ശ്രദ്ധിക്കുക, റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് ആൻഡ് റിട്ടേൺ അല്ലേ? എന്താ റിസ്ക് ആൻഡ് റിട്ടേൺ അല്ലേ? സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. ശ്രദ്ധിക്കടാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് അല്ലേ? ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വെച്ച് നിൽക്കൂല, നമ്മൾ വീട്ടിൽ നിന്ന് വെക്കത്തില്ല അല്ലേ? റിസ്ക് അല്ലേ? വീട്ടിൽ വെച്ചാൽ കള്ളന്മാർക്ക് കയറില്ല, റിസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും? ക്യാഷ് ഒക്കെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെക്കും അല്ലേ? 2 ബാങ്ക് ഉണ്ടടാ. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്ക്, നെക്സ്റ്റ് പ്രൈവറ്റ് ബാങ്കും ഉണ്ട്. ഗവൺമെൻറ് ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് ബാങ്കും ഉണ്ട് അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് ബാങ്കും ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗവൺമെൻറ്റിൻ്റെ ബാങ്കും ഉണ്ട്, പ്രൈവറ്റിൻ്റെ ബാങ്കും ഉണ്ട് അല്ലേ? റിസ്ക് കുറവ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കിലാണ് അല്ലെ? ഗവൺമെൻറ് അല്ലേ, നമ്മൾ ഗവൺമെൻറ് അല്ലേ? നമ്മൾ പറയില്ലേ ഗവൺമെൻറ് ജോലി റിസ്ക് കുറവാണ്, പ്രൈവറ്റ് ജോലിക്ക് റിസ്ക് കൂടുതലാണ് അല്ലെ? കല്യാണ മാർക്കറ്റ്, നമുക്കല്ലേ കല്യാണ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഗവൺമെൻറ് ജോലി ഉള്ള ആൾക്കാർക്കല്ലേ? കാരണം അവരുടെ വിചാരം എന്താ? ഗവൺമെൻറ് ജോലിക്ക് റിസ്ക് കുറവാണ് അല്ലേ? അപ്പം ഒന്ന് ശ്രദ്ധിക്കണേ, നമുക്ക് 2 ബാങ്കുകളുണ്ട്. ഏതൊക്കെ? ഗവൺമെൻറ് ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് ബാങ്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫണ്ട് എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക? ഒന്നിക്കൽ ഗവൺമെൻറ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 2 ഓപ്ഷൻസാണ്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ബാങ്കിലേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഏത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ? ഗവൺമെൻറ് ബാങ്കിലേ പൈസ കൊണ്ടുപോയിട്ട് എടുത്തുള്ളൂ, ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്നോട് ചോദിച്ചു, എന്തിനാ ഗവൺമെൻറ് ബാങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്രൈവറ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ? ഞാൻ പറയും ഗവൺമെൻറ് ബാങ്കിലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഗവൺമെൻറ് ബാങ്കിൽ റിസ്ക് കുറവാണ്. ഗവൺമെൻറ് ബാങ്കിൽ എന്താടാ? റിസ്ക് കുറവാണ്. പ്രൈവറ്റ് ബാങ്ക് അല്ലേ? പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ റിസ്ക് എന്താ? കൂടുതലാണ് അല്ലേ? ഗവൺമെൻറ്റിന് എന്ത് സാധനമാണെങ്കിലും പൊതുവെ നിങ്ങളൊന്ന് അയച്ചു നോക്കിയാൽ മതി, റിസ്ക് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെൻറ് ബാങ്കിലേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്താ? എനിക്ക് റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല അല്ലെ? റിസ്ക് കുറവാണ്. അപ്പോൾ ഗവൺമെൻറ് ബാങ്കിൽ റിസ്ക് കുറവും, പ്രൈവറ്റ് ബാങ്കിൽ എന്താ? റിസ്ക് കൂടുതലും അല്ലെ? പ്രൈവറ്റ് ബാങ്കിൽ റിസ്ക് കൂടുതലും, ഗവൺമെൻറ് ബാങ്കിൽ റിസ്ക് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? പക്ഷേ ഇത് തമ്മിൽ വീണ്ടും ഡിഫറൻസ് ഉണ്ട്. എന്താ? ഗവൺമെൻറ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടൂലടാ. നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ കേൾക്കുന്നില്ലേ? നമ്മൾ ജനുവരി മാസം 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിസംബർ മാസം നിങ്ങൾ ആ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ചെയ്യൂലേ ബാങ്ക് അല്ലെ? ഒരു 10% എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ജനുവരി മാസം കൊണ്ട് പോയിട്ട് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ഇട്ടാൽ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന ഡിസംബർ മാസം നമുക്ക് എന്ത് കിട്ടും? 1,10,10,000 കിട്ടും അല്ലേ? 1 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും 10,000 നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ബാങ്കിൽ 10% ഇൻട്രസ്റ്റ് ഉള്ളൂ. ഗവൺമെൻറ് ബാങ്കിൽ 10% എന്തുള്ളൂ? ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ പ്രൈവറ്റ് ബാങ്കിൽ 15% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് ബാങ്കിലല്ല, പ്രൈവറ്റ് ബാങ്കിൽ 15% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റിസ്ക് കുറവുള്ള സ്ഥലത്ത് അല്ലേ? റിസ്ക് കുറവ് എവിടെയാ? ഗവൺമെൻറ് ബാങ്കിലല്ലേ? റിസ്ക് അവിടെ കുറവാണെങ്കിലും അല്ലേ? റിസ്ക് കുറവാണെങ്കിലും അവിടെ റിട്ടേൺ എന്താ? കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താ? അതേപോലെ കുറവല്ലേ? റിസ്ക് കുറയുന്നതനുസരിച്ചിട്ട് റിട്ടേൺ എന്ത് ചെയ്യും? കുറയും. പക്ഷെ പ്രൈവറ്റ് ബാങ്കിൽ ഒന്ന് അയച്ചിട്ട് നല്ല റിസ്ക്കാണ്. പക്ഷെ നിങ്ങൾ ഈ നല്ല റിസ്ക് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പം റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കുറയുന്നുണ്ട്. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് റിലേഷൻ. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് റിലേഷൻ അല്ലേ? റിസ്ക് കുറയുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കുറയും. ഗവൺമെൻറ് ബാങ്കിൽ റിസ്ക് കുറവാണ്, അതുകൊണ്ട് കിട്ടുന്ന റിട്ടേണും കുറഞ്ഞില്ലേ? കാരണം പ്രൈവറ്റിൽ 15 കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഗവൺമെൻറ് ബാങ്കിൽ 10% ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ റിസ്ക് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം എന്ത് കുറയുന്നുണ്ട്? റിട്ടേണും കുറയുന്നുണ്ട്. ശരിയല്ലേ? ഇതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ, പ്രൈവറ്റ് ബാങ്കിൽ ഭയങ്കര റിസ്ക്കാ അല്ലേ? റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്താൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടെന്താ? അതിനനുസരിച്ചിട്ട് ഗവൺമെൻറ് ബാങ്കിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേണും കൂടുന്നുണ്ട്. ഡയറക്റ്റ് റിലേഷൻ അല്ലേ? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുന്നുണ്ട്, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയുന്നുണ്ട് അല്ലേ? റിസ്ക് കുറയുമ്പോൾ റിട്ടേണും കുറയുന്നുണ്ട്, റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇത് ഡയറക്റ്റ് റിലേഷൻ. ഓക്കെ അല്ലേ? ദെൻ ഡയറക്റ്റ് റിലേഷൻ
എന്താ ഡയറക്റ്റ് റിലേഷൻ? ഒന്ന് കൂടുന്നതിനനുസരിച്ചിട്ട് മറ്റൊന്ന് കൂടുന്നുണ്ട്, അതാണ് ഡയറക്റ്റ് റിലേഷൻ. ഒന്ന് കുറയുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് കുറയുന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്റ്റ് റിലേഷൻ അല്ലേ? റിസ്ക് കുറയുമ്പോൾ റിട്ടേണും കുറയും, റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് റിലേഷൻ അല്ലേ? ഇൻവേഴ്സ് റിലേഷൻ ഉണ്ട്, അതാണ് ഇൻവേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻ. ഒന്ന് അറിഞ്ഞു വെക്കുക എന്താ ഓപ്പോസിറ്റ് റിലേഷൻ. ഒന്ന് കൂടുന്നതിനനുസരിച്ചിട്ട് മറ്റൊന്ന് കുറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കുറയുന്നതിനനുസരിച്ച് മറ്റൊന്ന് കൂടുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഇൻവേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻ. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ റിസ്ക് പഠിച്ചു അല്ലേ? കമ്പനിക്ക് ലോസ് വരാനുള്ള ചാൻസ് ആണ് റിസ്ക് അല്ലേ? കമ്പനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ? ഈ ഒബ്ജക്റ്റീവിലേക്ക് കമ്പനിക്ക് ഇങ്ങനെ എത്തണം. അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ തടസ്സം ചെയ്യുന്നുണ്ട്. ഈ തടസ്സം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസ്ക്കും റിട്ടേണും തമ്മിൽ ഒരു റിലേഷൻ ഇല്ല, ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? റിസ്ക് കുറയുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കുറയും. ഗവൺമെന്റ് ബാങ്കിൽ റിസ്ക് കുറവാ, അപ്പൊ കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്ത് ചെയ്യും? കുറയും. പക്ഷെ പ്രൈവറ്റ് ബാങ്കിൽ ഭയങ്കര റിസ്ക് കൂടുതലാ, പക്ഷെ റിസ്ക് കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല. എന്താ? റിട്ടേൺ അതിനനുസരിച്ചിട്ട് കൂടുന്നുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ, റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി അല്ലെ? രണ്ട് പേരുകളാണ് പഠിക്കുന്നത് അല്ലെ? റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി അല്ലേ? റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. റിസ്ക്കും അൺസർട്ടനിറ്റിയും സെയിം അല്ല അല്ലേ? സെയിം ആണെങ്കിൽ രണ്ട് പേര് വെച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് പേര് വെച്ചിട്ട് പഠിക്കുന്നതിന്റെ മെയിൻ അർത്ഥം രണ്ട് സെയിം അല്ല എന്നല്ലേ? സംഭവം പറഞ്ഞാൽ മനസ്സിലായില്ലേ? റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. എന്താണ് റിസ്ക്, എന്താണ് അൺസർട്ടനിറ്റി എന്നറിയണം അല്ലേ? നോട്ട്സ്റ്റിക്ക് നമുക്ക് ഫസ്റ്റ് അൺസർട്ടനിറ്റിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് പഠിക്കാം? അൺസർട്ടനിറ്റി. നമ്മൾ പറയില്ലേ ഫ്യൂച്ചർ അൺസർട്ടൈനാ. ഫ്യൂച്ചർ എന്താണ്? അൺസർട്ടൈനാ. അൺസർട്ടൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നമുക്ക് ഫ്യൂച്ചർ കറക്റ്റ് പ്രവചിക്കാൻ പറ്റുമോ? കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അടുത്ത മാസം മഴ പെയ്യും, കറക്റ്റ് പറയാൻ പറ്റുമോ? കറക്റ്റ് പറയാൻ പറ്റില്ല അല്ലേ? മഴ പെയ്തേക്കാം, ചാൻസ് ആണ് അല്ലേ? ഇതാണ് അൺസർട്ടനിറ്റി. ഫ്യൂച്ചർ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും, എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, എന്ത് സംഭവിക്കാം അല്ലേ? അപ്പൊ ഫ്യൂച്ചറിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിൽ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നല്ല കാര്യങ്ങളും സംഭവിച്ചേക്കാം, ചീത്ത കാര്യങ്ങളും സംഭവിച്ചേക്കാം അല്ലെ? ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റും വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ സംബന്ധിച്ചോളം പോസിറ്റീവ് ഇമ്പാക്റ്റും വരാൻ ചാൻസ് ഉണ്ട്. എപ്പോ? ഫ്യൂച്ചർ അല്ലെ? അൺസർട്ടനിറ്റി വെച്ചാൽ എപ്പം ഫ്യൂച്ചറിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അൺസർട്ടനിറ്റി മീൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇപ്പം പറയാൻ പറ്റും, നിങ്ങൾ ചിന്തിച്ചു എനിക്ക് ഇപ്പം പറയാൻ പറ്റുമോ? എനിക്ക് ഫ്യൂച്ചറിൽ നല്ല കാര്യങ്ങളേ വരുള്ളൂ, ചീത്ത കാര്യങ്ങളൊന്നും വരില്ല. എനിക്ക് ഇപ്പോഴേ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഫ്യൂച്ചർ എന്താ? അൺസർട്ടൈനാ അല്ലേ? നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. ഒന്നിക്കൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതാണ് അൺസർട്ടനിറ്റി, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഓക്കെ, പക്ഷെ റിസ്ക് നമുക്കറിയാം അല്ലേ? ഫ്യൂച്ചറിൽ റിസ്ക് വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിസ്ക് വരുന്നു പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനി സംബന്ധിച്ചോളം റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോടാ? അല്ല, പോസിറ്റീവ് അല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്ത് ഇമ്പാക്റ്റ് മാത്രം? നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം. പക്ഷെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമല്ല, അത് നെഗറ്റീവും സംഭവിക്കാം, അതുപോലെ തന്നെ പോസിറ്റീവും സംഭവിക്കാം. ഇതാണ് അൺസർട്ടനിറ്റിയും റിസ്ക്കും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ് അല്ലേ? റിസ്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രം അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിക്ക് ലോസ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത് അല്ലേ? കമ്പനിക്ക് ലോസ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ? നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അല്ലേ? കമ്പനി ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്താ എനിക്ക് അടുത്ത ദിവസം റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് അവിടെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, കാരണം അത് പോസിറ്റീവ് അല്ല. എന്ന് സംഭവിച്ചോളം എന്താ? ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ട് കുറച്ച് സങ്കടത്തോടു കൂടിയല്ലേ പറയാം. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമാണ് കമ്പനിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ അൺസർട്ടനിറ്റി പറഞ്ഞാൽ ഫ്യൂച്ചർ അൺസർട്ടൈനാ. നെഗറ്റീവും വരാൻ ചാൻസ് ഉണ്ട്, പോസിറ്റീവും വരാൻ ചാൻസ് ഉണ്ട്. 50-50 ചാൻസാ. ഓക്കെ, 50-50 ചാൻസ്. വീണ്ടും നമുക്കൊന്നും കൂടെ പറയാം. എന്താ? റിസ്ക് എന്ന് പറഞ്ഞാൽ നോൺ ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ. എനിക്ക് അറിയാൻ പറ്റും റിസ്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം അല്ല, അറിയാൻ പറ്റും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമാണ്. പക്ഷെ അൺസർട്ടനിറ്റി പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. അൺനോൺ മീൻസ് ഒന്നിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. ഓക്കെ അല്ലേ? അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാം. എനിക്ക് അടുത്ത ദിവസം റിസ്ക് വരുന്നുണ്ട് അല്ലെ? എനിക്ക് അറിയാൻ പറ്റും അത് നെഗറ്റീവാ. റിസ്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമാണ് കമ്പനിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. കറക്റ്റ് എനിക്ക് പറയാൻ പറ്റൂല അല്ലേ? അൺനോൺ പറയാൻ പറ്റത്തില്ല. അൺനോൺ അല്ലെങ്കിൽ നോട്ട് നോൺ അല്ലെ? എനിക്ക് അറിയാൻ പറ്റത്തില്ല.
കാരണം ഒന്നിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഇതാണ് റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. ഓക്കെ അല്ലേ? ഈ അൺസർട്ടനിറ്റിനെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ കൊണോട്ടേഷനെ പോലെ, ന്യൂട്രൽ കൊണോട്ടേഷൻ അല്ലേ, നമ്മൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഓക്കെ ഗിയറൊക്കെ ഉണ്ടാവില്ലേ അല്ലെ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഗിയറൊക്കെ കാണുന്നില്ലേ? ഈ ഗിയറിൻ്റെ ഒക്കെ സെൻറ്ററിലുള്ള സാധനമാണ് ഇത് ന്യൂട്രൽ. അറിയില്ലേ ന്യൂട്രൽ? ഇവിടെ എന്തുകൊണ്ട് അൺസർട്ടിൻ്റെ ന്യൂട്രൽ എന്ന് വിളിക്കുന്ന ആലോചിക്കുക. ന്യൂട്രലാ, ഒന്നിക്കൽ നെഗറ്റീവ് ആവും അല്ലെങ്കിൽ എന്ത് ചെയ്യും പോസിറ്റീവ് ആവും അല്ലേ. ബൈ 50-50 ചാൻസ് ആണ്. ഒന്നിക്കൽ അത് നെഗറ്റീവിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഒന്നിക്കൽ അത് പോസിറ്റീവിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നെഗറ്റീവ് സൈഡാണ്, റൈറ്റ് സൈഡിലേക്ക് പോയാൽ പോസിറ്റീവ് സൈഡാണ് അല്ലേ. സെൻറ്ററിലാണ് ന്യൂട്രൽ അല്ലെ. ന്യൂട്രൽ കൊണോട്ടേഷൻ വിളിക്കുന്നത് മനസ്സിലായില്ലേ? ഒന്നിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ അത് പോസിറ്റീവ്. ഇത്രയാണ് നമ്മളിവിടെ പഠിക്കുന്നത് റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റിയിൽ പഠിക്കുന്നത്. അപ്പൊ റിസ്ക് എന്താ പഠിച്ചു? എന്താ റിസ്ക്? കമ്പനിക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ആണ് റിസ്ക്, ലോസ് വരാനുള്ള ചാൻസ് ആണ് റിസ്ക് അല്ലെ. ലാഭം വരാനുള്ള ചാൻസ് ഒരിക്കലും കമ്പനീസ് എന്ത് പറയത്തില്ല, റിസ്ക് ഉണ്ടെന്ന് പറയത്തില്ല. അത് കമ്പനീസ് വെച്ച് നല്ല കാര്യമല്ലേ, പക്ഷെ നല്ല കാര്യമല്ല. റിസ്ക് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മീൻസ് കമ്പനിക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ലോസ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താ റിസ്ക് ഡെഫിനിഷൻ കൊടുക്കുക? റിസ്ക് ഈസ് എനി ഇവന്റ് ഓർ ആക്ഷൻ അല്ലേ. ഏതെങ്കിലും ഒരു ഇവന്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആക്ഷൻ ആയിക്കോട്ടെ, കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനെ തടസ്സം ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. ഗവൺമെന്റ് ബാങ്കിൽ റിസ്ക് കുറവാ, കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്താ കുറവാ. പ്രൈവറ്റ് ബാങ്കിൽ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് കിട്ടുന്ന റിട്ടേൺ എന്തായിരിക്കും അതിനനുസരിച്ച് കൂടുതൽ കിട്ടും അല്ലേ. അപ്പൊ റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കുറയും. എന്ത് റിലേഷൻ? ഡയറക്റ്റ് റിലേഷൻ. റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. ഒരിക്കലും റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി, റിസ്ക് അൺസർട്ടനിറ്റി എന്തല്ല, ഒരിക്കലും സെയിം അല്ല മക്കളെ. ഓക്കെ അല്ലേ? രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റിസ്ക് നോൺ ആണ് അല്ലേ, അൺസർട്ടനിറ്റി എന്താ അൺനോണാ. റിസ്ക് നമുക്കറിയാം, നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ, അതുകൊണ്ടാണ് നോൺ എന്ന് വിളിക്കുന്നത്. അൺസർട്ടനിറ്റി എന്താ അറിയത്തില്ല, അൺനോൺ. ഒന്നിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എവരി വൺ? ഓക്കെ, ക്ലാസ്സുകാരന് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇപ്പൊ റിസ്കിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ദെൻ ന്യൂട്രൽ കൊണോട്ടേഷൻ. ന്യൂട്രൽ കൊണോട്ടേഷൻ എന്ന് വിളിക്കുന്നത് ആരെയാ? അൺസർട്ടനിറ്റിനെയാണ്. റിസ്കിന് ന്യൂട്രൽ കൊണോട്ടേഷൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും ആലോചിച്ച് നോക്ക്. റിസ്ക് നെഗറ്റീവ് മാത്രമല്ലടാ, ഓപ്പോസിറ്റ് സൈഡ് ഇല്ല അല്ലേ. പക്ഷെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് ഉണ്ട്, ഓപ്പോസിറ്റ് ആദ്യമുണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഒന്നിക്കൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ന്യൂട്രൽ കൊണോട്ടേഷൻ. ഓക്കെ എവരി വൺ. അപ്പൊ റിസ്കിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എന്താ, തിയറി ആണെങ്കിൽ പോലും ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുന്ന തിയറീസ് ആണ് പാർട്ട് 2 സെക്ഷൻ ഡി റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഇമ്പാക്ട് റിസ്ക് അല്ലേ. ഫാക്ടേഴ്സ് ഇമ്പാക്ട് റിസ്ക്. റിസ്കിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടടാ അല്ലേ. റിസ്കിന് ഇമ്പാക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഫാക്ടേഴ്സ് വെറും 2 ഫാക്ടേഴ്സ് അല്ലേ. വെറും 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് വെറും 2 ഫാക്ടേഴ്സ്? ഒന്ന് വോളറ്റൈലിറ്റി, ദെൻ ടൈം അല്ലേ. ഒന്ന് വോളറ്റൈലിറ്റി, ദെൻ മറ്റൊന്ന് ടൈം. എന്താണ് വോളറ്റൈലിറ്റി, എന്താണ് ടൈം, ഈ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ അല്ലേ. നമുക്ക് ടൈമിനെ കുറിച്ച് പറയാം. നിങ്ങൾക്കറിയാം ടൈം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ. ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുത്തു അല്ലേ. പൈസ കൊടുത്തിട്ട് ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. ഒരാൾക്ക് പൈസ കടം കൊടുത്തിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഒരാൾക്ക് പൈസ കടം കൊടുത്തിട്ട് 2 വർഷമായി അല്ലേ. അപ്പൊ ഈ 2 വർഷത്തേക്ക് കടം കൊടുത്ത ആളെ എനിക്ക് പൈസ തരാൻ ചാൻസ് ഉണ്ട്. കാരണം പൈസ കടം കൊടുത്ത് 2 വർഷമായി അല്ലേ. ടൈം ഭയങ്കര കൂടി, അതിന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവല്ലേ. അപ്പൊ ഈ ടൈം കൂടുന്നതനുസരിച്ചിട്ട് റിസ്ക് എന്ത് ചെയ്യും? കൂടി വരും. മറ്റേ ആൾക്ക് പൈസ കൊടുത്തിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അയാൾ ഈ മാസം കൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാനുണ്ട്, ഞാൻ ചിന്തിച്ചൂടെ? 10 ദിവസമേ ആയിട്ടുള്ളൂ, വലിയ റിസ്ക് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ മറ്റേ ആൾക്ക് ഞാൻ കടം കൊടുത്തിട്ട് ഏകദേശം 2 വർഷമായി, അതിന് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടാവും? ഇല്ല, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ചെറിയ പൈസയാണെങ്കിൽ കൊടുത്തിട്ട് 2 വർഷമല്ലേ, അയാൾ പൊടി തപ്പിയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് റിസ്ക്കും കൂടും അല്ലേ. മറ്റൊരു എക്സാമ്പിൾ നമുക്കറിയാം, CMA നമുക്കറിയാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 2 മാസം മതിയടാ. പാർട്ട് 1 ആയിക്കോട്ടെ, പാർട്ട് 2 ആയിക്കോട്ടെ, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മാസം മതി? സ്റ്റഡി ലീവ് ആയിട്ട് വെറും 2 മാസം മതി. 2 മാസം നമ്മൾ നല്ല സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും CMA എന്ത് ചെയ്യാവും? ക്വാളിഫൈഡ് ആവും. ഓക്കെ അല്ലേ? അപ്പം ഈ 2 മാസം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈമാണ്. 2 മാസം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈമാണ് അല്ലേ. പക്ഷെ ചില കുട്ടികൾ വിചാരിക്കും എന്താ 4 മാസം 5 മാസം ഒക്കെ ഇരുന്ന് പഠിച്ചാൽ നോർമലി കുട്ടികൾ പഠിക്കൂല, പഠിച്ച് മടുപ്പ് വരും. അത് നമ്മളെ സംബന്ധിച്ചുള്ള റിസ്ക് അല്ലേ.
അല്ലെ സംബന്ധിച്ച് നമ്മൾ റിസ്ക്. നമ്മൾ എന്താ വിചാരിക്കുന്നു പറഞ്ഞാൽ 5 മാസം ഫ്രണ്ടിലേക്ക് ഉണ്ട് അല്ലെ, 5 മാസം ഫ്രണ്ടിലേക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇന്ന് പഠിക്കണ്ട, നമുക്ക് 5 മാസം ഫ്രണ്ടിലേക്ക് ഉണ്ടല്ലോ. അടുത്ത മാസം നിങ്ങൾ വിചാരിക്കും എന്താ നമുക്ക് 4 മാസം ഫ്രണ്ടിലുണ്ടല്ലോ, വീണ്ടും അടുത്ത മാസം 3 മാസം ഫ്രണ്ടിലുണ്ടല്ലോ. ഇങ്ങനെ ഫ്രണ്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ പഠിക്കത്തില്ല, റിസ്ക് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ 2 മാസം നിങ്ങൾ ഒന്നാമത്തെ മാസം ഓൾറെഡി ഡേറ്റ് എടുത്ത് വെച്ചു, എക്സാം ചെയ്താൽ വേണ്ടി ഡേറ്റ് നിങ്ങൾ കൺഫേം ആക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തല്ലേ, ഈ 2 മാസേ ആകെ നമ്മൾ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡേറ്റ് ഒക്കെ പൈസ കൊടുത്ത് ഡേറ്റ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കൂല, അതല്ലേ നല്ലേ. അല്ലാണ്ട് കൂടുതൽ ടൈം എടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പഠിക്കാനുള്ളത് 2 മാസം കൊണ്ട് പഠിക്കാനുള്ളതേ സിലബസിലുള്ളൂ. അപ്പോൾ കൂടുതൽ ടൈം എടുത്താൽ കുട്ടിയെ സംബന്ധിച്ചോളം റിസ്ക് ആണ്, ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് 2 മാസം കൊണ്ട് പഠിച്ചാൽ മതി. അതുകൊണ്ടല്ലേ ഇത് ഷോർട്ട് ടേം കോഴ്സ് അല്ല നമ്മളുടെ. ക്ലാസ് ഒക്കെ 1 വർഷം കൊണ്ട് മാക്സിമം 8, 9, 10 മാസം കൊണ്ട് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സാം എഴുതണ്ടേ, അല്ലെങ്കിൽ ഇത് ലോങ് ടേം കോഴ്സ് ആയിട്ട് മാറത്തില്ലേ. അപ്പോൾ ടൈം കൂടുതൽ എടുക്കാൻ പാടില്ല മക്കളെ. പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് പഠിച്ചിട്ട് എക്സാം എഴുതണം അല്ലെ. സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ നമ്മൾ പറഞ്ഞുതരും, നല്ല സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കി തരും. അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഷുവർ 99% അല്ല 100% പാസ്സാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് റിസ്ക് കൂടും, റിസ്ക് കൂടും അല്ലേ. 2 വർഷം ഞാൻ കടം കൊടുത്തിട്ട് റിസ്ക് അല്ല, എനിക്ക് കിട്ടൂല, ഞാൻ പൈസ ഇത് തള്ളി അല്ല, റിസ്ക്കാ, എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. പക്ഷെ ഇയാൾക്ക് കടം കൊടുത്തിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ. ഇയാൾ എനിക്ക് പൈസ തരാൻ ചാൻസ് ഇല്ലേ അല്ലേ, തരൂല എന്ന് പറയാൻ പറ്റുമോ? 10 ദിവസമല്ലേ കൊടുത്തിട്ടായിട്ടുള്ളൂ. ഓക്കെ, റിസ്ക് കുറവ്, മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ റിസ്ക് കുറവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റിസ്കിന് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടൈം. ഓക്കെ, നെക്സ്റ്റ് വൺ വോളറ്റിലിറ്റി അല്ലെ. വോളറ്റിലിറ്റി മീൻസ് ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. ഓക്കെ, ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഇൻകൺസിസ്റ്റൻസി അല്ലെ. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അതായത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ, ഞാനൊരു എക്സാം ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തു. ഓക്കെ, നമ്മളെ മുന്നിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അതിലൊരു സ്റ്റുഡൻറ്റിന് എക്സാമിൻ്റെ മാർക്ക്, ഒരു 5 എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യും. നമ്മൾ ഇത്ര 6 സെക്ഷൻസ് ഇല്ലടാ, A to F 6 സെക്ഷൻസ് ഉണ്ട്. ഈ പാർട്ട് 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എല്ലാ സെക്ഷൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ, 100ലാണ് നമ്മൾ മാർക്ക് വെച്ച്. ഒരു കുട്ടിക്ക് 90, 92, 97, 95 അല്ലേ, ഇങ്ങനത്തെ ഒരു മാർക്ക് കിട്ടിയാൽ ആ കുട്ടിയെ സംബന്ധിച്ചോളം അത് സ്റ്റേബിൾ മാർക്കാണ്, കൺസിസ്റ്റന്റ് മാർക്കാണ് അല്ലേ. കാരണം നല്ലൊരു കൺസിസ്റ്റൻസി ആ സ്റ്റുഡൻറ്റ് ഫോളോ ചെയ്യുന്നില്ലേ. കാരണം മാർക്കുകളൊക്കെ 90 എബോവ് ആണ്. എന്നാലോചിച്ചൊക്കെ മാർക്കുകളൊക്കെ 90 എബോവ്, 92, 93, 95, 96, 97 അല്ലേ. അപ്പം അത്യാവശ്യം ആ കുട്ടിയെ സംബന്ധിച്ചോളം എക്സാം പാസ്സാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തൂടെ. കാരണം കുട്ടി ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിലവാരം അവർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം മാർക്കൊന്നും കുറയില്ല, ഏകദേശം 90 എബോവ് ആണ്. ചെറിയ ചേഞ്ചസ് അല്ലേ ഉള്ളൂ, 93, 95, 96, 91 അല്ലേ. ഇത് സംഭവിച്ച കൺസിസ്റ്റന്റ് റിസൾട്ടാണ്, സ്റ്റേബിൾ റിസൾട്ടാണ്. പക്ഷെ മറ്റൊരു കുട്ടിയെ ശ്രദ്ധിക്കണേ, മറ്റൊരു കുട്ടി ഫസ്റ്റ് എക്സാമ്പിൾ അല്ലെ, CMIOS ഫസ്റ്റ് ക്ലാസ്സിൽ വന്നാൽ എല്ലാവരും പഠിക്കും അല്ലേ. ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പഠിക്കണം എന്ന് വെച്ചിട്ട് നിൽക്കുന്നതാണ്. ലാസ്റ്റ് കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ചാൻസ് ഉണ്ടാക്കാൻ പാടില്ല. എങ്ങനെയാണോ ഫസ്റ്റ് അതേ നിലവാരത്തിൽ തന്നെ ലാസ്റ്റോട്ടേക്ക് പോകണം. പക്ഷെ ചില സ്റ്റുഡൻസിൽ കണ്ടുവരുന്നത് ഫസ്റ്റ് നല്ല രീതിക്ക് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സാം വെച്ചപ്പോൾ 100ൽ 95 മാർക്ക് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിന് 100ൽ 95 മാർക്ക് ഉണ്ട് അല്ലെ, 95 മാർക്ക് ഔട്ട് ഓഫ് 100. ഓക്കെ, രണ്ടാമത് എക്സാം വെച്ചപ്പോൾ 85 ആയി. 3ാമത്തെ എക്സാം വെച്ചപ്പോൾ 60 മാർക്കായി. 4ാമത്തെ എക്സാം വെച്ചപ്പോൾ ഒരു 10 മാർക്കായി അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടി ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് എല്ലാം ഫോളോ ചെയ്ത് ഇൻകൺസിസ്റ്റന്റാ അല്ലേ. ഈ കുട്ടി അടുത്ത ഫ്യൂച്ചറിൽ എക്സാം പാസ്സാവുന്ന എനിക്ക് പറയാൻ പറ്റുമോടാ? ഇല്ല. കാരണം 95, ദെൻ 85, 60, 10 ഇങ്ങനത്തെ ഒരു മാർക്കല്ലേ. പിന്നെ 10 കിട്ടിയിട്ട് അടുത്ത എക്സാമിന് വെച്ചപ്പോൾ 35 പിന്നെയും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് അല്ലേ. ഒരു എന്താ പറയുക, സ്ഥിരതയില്ലാത്ത മാർക്കല്ലേ. നേരത്തെ മാർക്ക് എങ്ങനെയാണ്, ഫസ്റ്റത്തെ മാർക്ക് എങ്ങനെയാണ് 95, 96, 97, 98 ഏകദേശം 90 എബോവ് അല്ലേ. പക്ഷെ ഇപ്പം കിട്ടിയ മാർക്ക് എങ്ങനെയാണ് 95 ഫസ്റ്റ് എക്സാമിലാണ്. ഒന്നാമത് വേണമെങ്കിൽ കുട്ടി ഫസ്റ്റ് വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ പഠിച്ചായിരിക്കും, അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് എക്സാം ചെയ്തായിരിക്കും. അതുകൊണ്ടല്ലേ 95 മാർക്ക് കിട്ടിയേ. പിന്നെ 85, 70, 60 പിന്നെ 10 വീണ്ടും 35ലേക്ക് പോയി, പിന്നെ വീണ്ടും ഒരു 55ലേക്ക് പോയി. ഇങ്ങനെയുള്ളൊരു മാർക്കാണെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ടാണ്. കുട്ടിയെ സംബന്ധിച്ചുള്ള റിസ്ക് അല്ലേടാ, ഇത് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ. കമ്പനി സംബന്ധിച്ചോളം പല രീതിക്കാണ് ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് അല്ലെങ്കിൽ വോളറ്റൈലിറ്റി. ഒന്ന് ആലോചിച്ചോക്കെ, ദിവസേന റോ മെറ്റീരിയൽസ് അറിയാലോ അല്ലേ. റോ മെറ്റീരിയൽസ് മീൻസ് എന്താ ഇപ്പം പറയാ, നമ്മൾ ഒരു കാർ മാനുഫാക്ചറിങ് ആണ് അല്ലെ. കാർ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചോളം അതിന്റെ റോ മെറ്റീരിയൽസ്, കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ സാധനങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെ? ഒന്ന് സ്റ്റീൽ ആയിക്കോട്ടെ,
അല്ലെങ്കിൽ നമുക്കറിയാം കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടയർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ പൈസ ദിവസേന ഇങ്ങനെ കൂടി വരുമ്പം കമ്പനി സംബന്ധിച്ചുള്ള റിസ്ക് അല്ലെന്ന് ആലോചിച്ചൊക്കെ. എത്രത്തോളം ഉണ്ടാക്കാനുള്ള ചെലവ് കൂടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന ലാഭം കുറഞ്ഞു വരും. അല്ല ശരിയല്ലേ? ടയറിൻ്റെ പൈസ കൂടി, കിട്ടുന്ന ലാഭം കുറഞ്ഞൂലേ? പറ, ഇന്നലെ 1000 രൂപക്ക് വാങ്ങിച്ച ടയർ ഇന്ന് 1500 രൂപ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞ സാധനം കുറഞ്ഞു വരൂലേടാ. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചോളം റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് വോളറ്റൈലാണ്, ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതിന് റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താ കമ്പനിയെ സംബന്ധിച്ചോളം റിസ്ക് ആണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലല്ലേ കമ്പനി കിട്ടുന്ന ലാഭം ഓരോ വർഷം കഴിയുന്തോറും എത്ര ഫിക്സഡ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നത്. ഫസ്റ്റ് ഒരു 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്, നെക്സ്റ്റ് നമ്മളൊരു 7 ലക്ഷം കിട്ടി, വീണ്ടും ഒരു 2.5 ലക്ഷം കിട്ടി, വീണ്ടും 1 ലക്ഷം കിട്ടി, വീണ്ടും 3 ലക്ഷത്തിലേക്ക് പോയി. ഇങ്ങനെ പ്രോഫിറ്റ് ഒക്കെ ചില സമയത്ത് വോളറ്റൈൽ ആവുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ആയി കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതും കമ്പനിയെ സംബന്ധിച്ചോളം റിസ്ക് ആണ്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചോളം റിസ്ക് ആണ് ഇത് വോളറ്റൈലിറ്റി മീൻസ് ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ടിന് എന്തില്ല, സ്ഥിരതയില്ല. ഇതാണ് ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് റിസ്ക് കൂടും അല്ലെ. വോളറ്റൈലിറ്റി കമ്പനി സംബന്ധിച്ചോളം റിസ്ക് ചേഞ്ച് ആവാൻ പാടില്ല അല്ലെ. കമ്പനി സംബന്ധിച്ചോളം എന്താ, സ്റ്റേബിൾ ആണ്, അത് ഏറ്റവും നല്ല സ്റ്റേബിൾ അല്ലെ. അതായത് റോ മെറ്റീരിയൽസിന്റെ പൈസ അങ്ങനെയൊന്നും ഇൻക്രീസ് ആവുന്നില്ല, ഏകദേശം സ്റ്റേബിൾ ലെവലിലാണ് പോകുന്നത്. എല്ലാ വർഷവും ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കമ്പനിക്ക് എന്താ നല്ലതല്ലേ. പക്ഷെ വോളറ്റൈലിറ്റി കമ്പനിക്ക് റിസ്ക്, എന്താ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചോളം അത് റിസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞല്ലോ. ഇതാണ് നമ്മൾ പഠിച്ചത്, എന്താണ് റിസ്ക്, ഡെഫിനിഷൻ കൊടുത്തു. റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി എന്താണ്, ആ കാര്യങ്ങളും പറഞ്ഞു. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിസ്കിന് ഇമ്പാക്ട് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് റിസ്ക്. എന്താ ടൈപ്സ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് റിസ്ക്? കാരണം നമ്മൾ ടോപ്പിക്കിന്റെ പേര് റിസ്ക് മാനേജ്മെന്റാ അല്ലെ. നമ്മൾ ടോപ്പിക്കിന്റെ പേര് എന്താ, റിസ്ക് മാനേജ്മെന്റ്. റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണം അല്ലേ. റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് റിസ്ക് എന്ന് അറിയണ്ടേ എവരിവൺ? എന്തൊക്കെയാണ് റിസ്ക് എന്ന് അറിയണ്ടേ അല്ലേ. ഈ എന്തൊക്കെയാണ് റിസ്ക് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ശരിയല്ലടാ? അപ്പൊ റിസ്കിനെ മാനേജ് ചെയ്യണം അല്ലേ. റിസ്കിനെ മാനേജ് ചെയ്യുന്നതിന് മുന്നേ ഏതൊക്കെയാണ് റിസ്ക് എന്ന് അറിഞ്ഞാലല്ലേ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളുടെ ടോപ്പിക് നമ്പർ 1 റിസ്ക്, ടൈപ്സ് ഓഫ് റിസ്ക് അല്ലെ. എന്തൊക്കെ ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്? മെയിൻ ആയിട്ട് നമ്മൾ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്ന 4 റിസ്കുകളാണ്. സ്ട്രാറ്റജിക് റിസ്ക്, ഹസാർഡ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക് അല്ലെ. ഇതൊക്കെ റിസ്കുകളുടെ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ടോപ്പിക്കിൽ വരും 4 റിസ്കുകളാണ്. ഇതൊക്കെ സ്ട്രാറ്റജിക് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹസാർഡ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസ്കുകൾ ഉണ്ട്. ഈ 4 റിസ്കുകളായിരിക്കും നമ്മൾ ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? കാരണം നമ്മളുടെ ഈ സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് വളരെ ചെറുതാണ്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 4 days ആണ് ക്ലാസ്. 4 days കൊണ്ട് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കി അല്ലേ. അപ്പൊ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണ്. ഓക്കെ, പക്ഷെ കുറച്ചേ ഉള്ളെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ 4 റിസ്കുകൾ ഏതൊക്കെ? സ്ട്രാറ്റജിക് റിസ്ക്, ഹസാർഡ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക് അല്ലേ. ഇതൊക്കെ സ്ട്രാറ്റജിക്, ഹസാർഡ്, ഓപ്പറേഷണൽ, ഫൈനാൻഷ്യൽ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള റിസ്കുകൾ ഫസ്റ്റ് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഹസാർഡ് റിസ്കിലേക്ക് പോവാം. ഏത് റിസ്കിലേക്ക് പോവാം? ഹസാർഡ് റിസ്കിലേക്ക് പോവാം. ഹസാർഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹസാർഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹസാർഡ് റിസ്കിന് വേണമെങ്കിൽ ഇൻഷുറബിൾ റിസ്ക് എന്നും കൂടി വിളിക്കാം. ഹസാർഡ് റിസ്കിന് വേണമെങ്കിൽ എന്ത് റിസ്ക് എന്നും കൂടി വിളിക്കാൻ പറ്റും? ഇൻഷുറബിൾ റിസ്ക് എന്നും കൂടി വിളിക്കാൻ പറ്റും. കാരണം എന്തിനാ ഇൻഷുറബിൾ റിസ്ക് എന്ന് വിളിക്കുന്നത്? കാരണം ഈ റിസ്കിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്താൽ മതി. നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നില്ല. എന്തിനാണ് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നത്? കാരണം ഒരു വണ്ടി എടുത്താൽ നമുക്ക് റിസ്ക്കാ അല്ലേ. ആക്സിഡന്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആക്സിഡന്റ് വരാൻ ചാൻസ്, അഥവാ ആക്സിഡന്റ് ആയാൽ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് നഷ്ടമാവൂലേ. അപ്പം ഈ നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത് അല്ലേ. പിന്നെ വീണ്ടും ശ്രദ്ധിക്കണേ, ഇൻഷുറൻസ് എടുത്താൽ ആക്സിഡന്റ് വരൂല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറടാ, ഇൻഷുറൻസ് എടുത്താൽ ആക്സിഡന്റ് വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്? വണ്ടി എടുക്കുവാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. കാരണം എന്തുകൊണ്ടായിരിക്കും? ആക്സിഡന്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആക്സിഡന്റ് അഥവാ വരുവാണെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, 1 ലക്ഷം റുപ്യ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. പക്ഷെ ഇൻഷുറൻസ് എടുത്താൽ 80,000 രൂപ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും.
ബാക്കി 20,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് എടുത്താൽ പോരെ. അല്ല നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്നൊക്കെ കേട്ടില്ലേ? ചില സമയത്ത് ഫുൾ 100% എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് ത്രൂ കവർ ചെയ്യാൻ പറ്റും. ചെറിയ ട്രാൻസാക്ഷൻ ഫീ 1,000-2,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂലേ. അപ്പോൾ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഏത് റിസ്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഏത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹസാർഡ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ശ്രദ്ധിക്കടാ, റിസ്കുകൾ നമുക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റിസ്ക് നമുക്ക് കംപ്ലീറ്റ് ഒരിക്കലും 100% ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ റിസ്കിന്റെ എഫക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാലോചിച്ചോക്കെ, ഇൻഷുറൻസ് എടുത്താൽ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടാ ആക്സിഡന്റ് വരില്ല എന്ന് പറയുന്നുണ്ടാ? ഇല്ല. ഇൻഷുറൻസ് എടുത്താൽ ആക്സിഡന്റ് വരും, പക്ഷെ ആക്സിഡന്റ് വന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതിന്റെ പൈസന്റെ അളവ് കുറച്ചുകൂടെ അല്ലേ. ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിലോ, ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാകും. അപ്പൊ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും, റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ശ്രദ്ധിക്ക്. അപ്പൊ നമ്മൾ ഇൻഷുറബിൾ റിസ്ക് എന്ന് വിളിച്ചു അല്ലേ. എന്താണ് ഈ അസാർഡ് റിസ്ക് എന്ന് അറിയണ്ടേ? അസാർഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡ് അല്ലേ, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക്, വോൾക്കാനോസ്. ഒരുപാട് നമ്മൾക്ക് 2-3-4 വർഷം മുന്നേ അല്ലെ കേരളം അനുഭവപ്പെട്ട സാധനമാണ് ഫ്ലഡ് അല്ലേ. അപ്പൊ അടുത്ത വർഷമൊക്കെ കമ്പനിക്ക് ഫ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഇല്ലേ. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണമൊക്കെ കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഏത് റിസ്ക്? നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഏത് റിസ്ക്? ഹസാർഡ് റിസ്ക്. ഓക്കെ, അപ്പൊ ഹസാർഡ് റിസ്ക് എന്താ മനസ്സിലായില്ലേ? നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഏത് റിസ്ക്? ഹസാർഡ് റിസ്ക്. അപ്പൊ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾ നോക്കി, വലിയ ബിൽഡിംഗ് ഒക്കെയുള്ള കമ്പനീസ് നോർമലി ഇൻഷുറൻസ് എടുക്കും. ഓക്കെ, വലിയ കമ്പനീസ് ഒക്കെ നോർമലി ബിൽഡിങ്ങിന് മേലെ ഇൻഷുറൻസ് എടുക്കും. എന്താണ് ഇൻഷുറൻസ് എടുക്കുന്നത്? കാരണം ഫ്ലഡ് ഒക്കെ വന്നാൽ ബിൽഡിംഗ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ വലിയ പൈസ നഷ്ടപ്പെടൂലേ? ഇല്ല, നഷ്ടപ്പെടൂല. കാരണം നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അല്ല. എന്ത് ഇൻഷുറൻസ്? ബിൽഡിങ്ങിന്റെ മേലൊക്കെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഓക്കെ, ബിൽഡിങ്ങിന്റെ മേലൊക്കെ നമ്മൾ എന്ത്, നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ ബിൽഡിംഗ് ഒക്കെ ഡാമേജ് ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഏത് ഇൻഷുറൻസ്? പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ മേലെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് മാത്രമല്ല ഹസാർഡ് റിസ്ക് വരുന്നത്. നമ്മളെ കമ്പനിയുടെ കീ എംപ്ലോയി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എംപ്ലോയി. കീ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ പ്രധാനപ്പെട്ട എംപ്ലോയി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനിയിലെ ടോപ്പ് പൊസിഷനിലുള്ള ആളാണ് ആര്? CEO അല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പെട്ടെന്ന് ദിവസം മരണപ്പെട്ടു പോയാൽ കമ്പനി ബാധിക്കൂലേ? അതാണ് കീ എംപ്ലോയി. അതാണ് ഏത്? കീ എംപ്ലോയി. ഒന്ന് ആലോചിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ കമ്പനിയിലെ സെക്യൂരിറ്റിക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ കമ്പനിയെ ബാധിക്കുക? ഇല്ല. സെക്യൂരിറ്റിക്കാരനല്ല, ഏറ്റവും ലോ ലെവലിലുള്ള എംപ്ലോയി അല്ലടാ. അപ്പൊ സെക്യൂരിറ്റിക്കാരനൊന്ന് മരണപ്പെട്ടു പോയാൽ, ഒരുപാട് സെക്യൂരിറ്റിക്കാരല്ലേ, ഒരു സെക്യൂരിറ്റിക്കാരൻ മരണപ്പെട്ടു പോയാൽ കമ്പനി വലിയ രീതിക്കൊന്നും ബാധിക്കത്തില്ല. കാരണം പിറ്റേ ദിവസം നമ്മൾ വേറെ സെക്യൂരിറ്റിക്കാരനെ അപ്പോയിന്റ് ചെയ്യുമല്ലോ. പക്ഷെ അതേപോലെയല്ലേ കമ്പനിയിലെ ഒരു കീ എംപ്ലോയി അല്ലെ, പ്രധാനപ്പെട്ട എംപ്ലോയി പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ കമ്പനിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലേ. അപ്പൊ കീ എംപ്ലോയി മരണപ്പെട്ടു പോവുക, നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡ്, വോൾക്കാനോസ്, എർത്ത് ഇങ്ങനത്തെ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഏത്? ഹസാർഡ് റിസ്ക് അല്ലേ. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് ഈ റിസ്ക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് വെച്ചിട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് എടുത്താൽ മതി അല്ലെ. ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഈ ഹസാർഡ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹസാർഡ് റിസ്ക് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹസാർഡ് റിസ്ക് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഷുറബിൾ റിസ്ക് എന്നും കൂടി വിളിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കമ്പനിക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്, ബിൽഡിംഗ് ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ബിൽഡിംഗ് ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് എടുക്കാം? പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കാം. ഏത് ഇൻഷുറൻസ് എടുക്കാം? പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കാം. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡെത്ത് സംഭവിക്കാൻ, ഏത് എംപ്ലോയി? കീ എംപ്ലോയിക്ക് ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ കേട്ട് വരുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് അല്ലേ. അതുപോലെ തന്നെ പേഴ്സണൽ ഇഞ്ചുറീസ് അല്ലെ. പേഴ്സണൽ ഇഞ്ചുറീസ് എന്ന് വെച്ചാൽ ഒരു 3-4 നിലയൊക്കെയുള്ള ബിൽഡിംഗ് ഒക്കെ നോർമലി പണിക്കാരൊക്കെ പണിയെടുക്കുമ്പോൾ അവർക്ക് ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാവില്ലേ. മരണപ്പെട്ടു പോലല്ല, ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലെ. ഇഞ്ചുറീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിക്കേണ്ടി വരില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഇത് ഇൻഷുറൻസ് ആണ് ലയബിലിറ്റി ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ എംപ്ലോയീസിന് വർക്കിംഗ് സമയത്ത് അല്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മേലെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഇത് ഇൻഷുറൻസ് ലയബിലിറ്റി ഇൻഷുറൻസ്. ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? പേടിച്ചിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഇത് ലൈഫ് ഇൻഷുറൻസ്. നാച്ചുറൽ ഡിസാസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്, പേടിച്ചിട്ട് കമ്പനി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഇത് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അതുകൊണ്ടാണ് ഹസാർഡ് റിസ്കിന് നമ്മൾ എന്ത് റിസ്ക് എന്നും കൂടി വിളിക്കുന്നത്?
ഇൻഷുറബിൾ റിസ്ക് എന്നും കൂടി വിളിക്കുന്നത്. കാരണം അസാഡ് റിസ്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതിനെതിരെയായിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഏതൊക്കെ ഇൻഷുറൻസ്? നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ്, ഡെത്ത് ഓഫ് കീ എംപ്ലോയി ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലൈബിലിറ്റി ഇൻഷുറൻസ് ഏതിന് മേലെ എടുക്കുക? പേഴ്സണൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് മേലെ നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുക്കണം? ലൈബിലിറ്റി ഇൻഷുറൻസ് എടുക്കണം. ഓക്കെ അല്ലേ എവറി വൺ? ഓക്കെ, അപ്പൊ നമ്മൾ ഹസാർഡ് റിസ്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ 4 റിസ്കുകൾ ഉണ്ട്. ഏതൊക്കെ 4 റിസ്കുകൾ? സ്ട്രാറ്റജിക് റിസ്ക്, ഹസാർഡ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഏത് റിസ്കാ? ഹസാർഡ് റിസ്കാ അല്ല. ഹസാർഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചോളം നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഹസാർഡ് റിസ്ക്. ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി, നമ്മുടെ കമ്പനിയിൽ കീ എംപ്ലോയി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാരണം വരാൻ പോകുന്ന റിസ്ക് ആണ് ഇത് ഹസാർഡ് റിസ്ക് അല്ലേ? ഹസാർഡ് റിസ്ക് മറ്റൊരു പേര് ഇൻഷുറബിൾ റിസ്ക്. എന്തുകൊണ്ട് ഇൻഷുറബിൾ റിസ്ക് എന്ന് വിളിക്കുന്നത്? ഈ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാം അല്ലെ? നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ ഏത് ഇൻഷുറൻസ്? പ്രോപ്പർട്ടി ഇൻഷുറൻസ് അല്ലേ? ഈ പേഴ്സണൽ ഇഞ്ചുറീസ് ആണെങ്കിൽ ലൈബിലിറ്റി ഇൻഷുറൻസ് എടുക്കാം അല്ലെ? ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ഏത് ഇൻഷുറൻസ് എടുക്കാം? ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. ഇങ്ങനെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ റിസ്ക് വരത്തില്ല എന്നല്ല കേട്ടോ. റിസ്ക് നമ്മൾ പറഞ്ഞു ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ റിസ്കിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന റിസ്ക് ആണ്, ശ്രദ്ധിക്കുക, സ്ട്രാറ്റജിക് റിസ്ക്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന റിസ്ക് ഏത് റിസ്കാ? സ്ട്രാറ്റജിക് റിസ്ക്. എന്താ സ്ട്രാറ്റജി? ഓക്കെ, എന്താ സ്ട്രാറ്റജി? സ്ട്രാറ്റജി മീൻസ് കമ്പനി എടുക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഡിസിഷനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്തോ റിസ്ക് ആണ് ഇത് സ്ട്രാറ്റജിക് റിസ്ക് അല്ലേ? എന്താ സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കമ്പനി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലേ എല്ലായ്പ്പോഴും ശരിയാവണമെന്ന് വലിയ നിർബന്ധം ഉണ്ടോടാ? ഇല്ല അല്ലേ? കമ്പനി എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എന്താവത്തില്ല? ശരിയാവത്തില്ല. ചില കമ്പനികൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാളിപ്പോവാൻ ചാൻസ് ഇല്ലേ? ഒന്നാലോചിച്ചോക്കെ, ചില കമ്പനികൾ പുതുതായിട്ട് എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറഞ്ഞാൽ? എന്താ ഈ സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനി തെറ്റായ തീരുമാനങ്ങൾ എടുക്കും ചില സമയത്ത് അല്ലേ? കമ്പനി ഓരോ സമയത്തും അല്ലേ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് കമ്പനി എടുത്ത തീരുമാനം കമ്പനിക്ക് എന്താ മനസ്സിലായി തെറ്റാ അല്ലേ? തെറ്റായ തീരുമാനങ്ങൾ കാരണം ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് കമ്പനിയിൽ ഉണ്ടാവില്ല. എന്ന് ആലോചിച്ചൊക്കെ, തെറ്റായ ഒരുപാട് തീരുമാനങ്ങൾ കാരണം ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് കമ്പനിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ റിസ്ക് ആണ് ഏത് റിസ്ക്? സ്ട്രാറ്റജിക് റിസ്ക്. അപ്പൊ നെഗറ്റീവ് അല്ലെ തെറ്റായ തീരുമാനങ്ങൾ കാരണം ഇംപ്രോപ്പർ ഡിസിഷൻ ആണ്. എന്ത് ഡിസിഷൻ? ഇംപ്രോപ്പർ ഡിസിഷൻസ്. തെറ്റായ തീരുമാനങ്ങൾ കാരണം അല്ലെ? തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആ റിസ്ക് വിളിക്കുന്ന പേരാണ് ഇത് സ്ട്രാറ്റജിക് റിസ്ക് അല്ലേ? തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ നമ്മളെ ബ്രാൻഡിനൊക്കെ ബാധിക്കൂലേ? നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കൂലേ? കമ്പനി മൊത്തത്തിൽ ബാധിക്കും. ആ റിസ്ക് ആണ് ഇത് റിസ്ക് സ്ട്രാറ്റജിക് റിസ്ക് അല്ലേ? നമ്മൾ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും അല്ലേ? നമ്മൾ ചില സമയത്ത് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു. നമുക്ക് ഓൾറെഡി ഒരു 10-15 പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. കമ്പനി ചോദിച്ചാൽ എന്താ, ഒരു പ്രൊഡക്റ്റും കൂടി ഇറക്കിക്കോട്ടെ അല്ലേ? അങ്ങനെ 10-15 പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്. 16ാമത്തെ പ്രൊഡക്റ്റും കൂടി ഇറക്കിയപ്പോൾ കമ്പനിക്ക് നഷ്ടം വന്നു. തെറ്റായ തീരുമാനമല്ലേ? 15 പ്രൊഡക്റ്റ് കൊണ്ടുപോയി ലാഭം ഉണ്ടാക്കിയ പോലെ കമ്പനിക്ക് എന്തിനായി പില്ല പൈസ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് എന്തിനാടാ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കമ്പനിക്ക് നഷ്ടം വന്നു. തെറ്റായ തീരുമാനം അല്ലേ? പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണ്ടായിരുന്നു. തെറ്റായ തീരുമാനമായി. തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഏത് റിസ്ക്? സ്ട്രാറ്റജിക് റിസ്ക്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പുതിയ ലൈൻ ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇതുവരെ എൻ്റെ കമ്പനിക്ക് ഗോൾഡ് ബിസിനസ്സാണ്. ഓക്കെ, കേരളത്തിൽ ഒരു 10 ബ്രാഞ്ച് ഉണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. ഗോൾഡിൻ്റെ ജ്വല്ലറി അല്ല, ഗോൾഡ് ബിസിനസ്സാണ്. ഓക്കെ, പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഗോൾഡ് ബിസിനസ് അനുമതി അല്ലേ? കാരണം കേരളത്തിൽ 10 സ്ഥലത്തും ഗോൾഡ് ബിസിനസ്സാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഗോൾഡ് ബിസിനസ് വേണ്ട, നമുക്ക് ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങാം അല്ലേ? പക്ഷേ ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി, ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയപ്പോൾ നഷ്ടമാണ്. ബിസ്ക്കറ്റ് കച്ചവടം ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി, ആ ഒരു ഔട്ട്ലെറ്റ് എന്താ കംപ്ലീറ്റ് നഷ്ടം. നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവാ. ഓക്കെ, വരവിനേക്കാൾ കൂടുതൽ എന്താണ് ചിലവാ. അപ്പം എന്താ ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? തെറ്റായ തീരുമാനമല്ലേ അല്ലേ? ബിസിനസ് നമ്മൾ ഗോൾഡിനെ തുടങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ പോലെ ഇരുന്നോ? വെറുതെ എന്തിനാ ബിസ്ക്കറ്റ് കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് നഷ്ടം വരാൻ പോകുന്നത്? അപ്പം ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് റിസ്ക്. ഏകദേശം മനസ്സിലായില്ലേ? തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക്. നെക്സ്റ്റ് വേണമെങ്കിൽ മെർജർ മീൻസ് എക്സാമ്പിൾ വോഡഫോണും ഐഡിയയും അല്ലേ? ഇപ്പൊ ഏത് കമ്പനിയായി? VI എന്ന് പറഞ്ഞ കമ്പനിയായി. VI ആയിട്ട് പിന്നെ നമുക്ക് വലിയ മെച്ചൊന്നുമില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, VI ആയിട്ട് ആ കമ്പനിക്ക് വലിയ മെച്ചൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോഴും ആ ടെലികോം ഇൻഡസ്ട്രിയിൽ ആദ്യം ഞങ്ങളുടെ കിങ് ആയിട്ട് വരുന്ന ജിയോ ആൻഡ് എയർടെൽ. ക്ലാസ് കാണുന്ന പകുതി ഒരുപാട് ആൾക്കാരുടെ കണക്ഷൻ ഏതായിരിക്കും? ഒന്നിക്കൽ ജിയോ അല്ലെങ്കിൽ എയർടെൽ ആയിരിക്കും അല്ലേ?
VI ഉണ്ടാവില്ലെന്നല്ല, VI യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ VIക്കായിരിക്കും റേഞ്ച് ഉണ്ടാവുന്നത് അല്ലേ. ചില ആൾക്കാർ ഇപ്പം BSNL ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ അല്ലേ. അപ്പം ചില തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ റിസ്കിനെ വിളിക്കുന്ന പേരാണ് ഏത് റിസ്ക്? സ്ട്രാറ്റജിക് റിസ്ക്. ഓക്കെ അല്ലേ എവരിവൺ? ഏകദേശം അതിൻ്റെ ഐഡിയ മനസ്സിലായി. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ്ലൈൻ ക്ലാസ്സിന് നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് റിസ്ക്കും പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഹസാർഡ് റിസ്ക്കും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത റിസ്ക് ആണ് ഓപ്പറേഷണൽ റിസ്ക്. നെക്സ്റ്റ് അടുത്ത റിസ്ക് ആണ് ഏത് റിസ്ക്? ഓപ്പറേഷണൽ റിസ്ക്. എന്ത് ഈ ഓപ്പറേഷണൽ റിസ്ക്? ഒന്നുമില്ല, ഓപ്പറേഷണൽ ശ്രദ്ധിക്കണേ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കാണാൻ പറ്റുന്നില്ലേ? എൻ്റെ ക്ലാസ് നിങ്ങളിപ്പം കണ്ടുകൊടുക്കുന്നുണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ മുന്നിൽ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ CPU ഉണ്ട്, ഇവിടെ ഫ്രണ്ടിൽ ക്യാമറാസ് ഉണ്ട് അല്ലേ. എന്നാലോചിച്ചൊക്കെ, ഇത് പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ക്ലാസ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ III എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പറേഷൻ അവിടെ ബ്രേക്ക് ആയില്ലേ? കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ ഓപ്പറേഷൻ എന്താ, മെയിൻ ബിസിനസ് എന്താടാ? കുട്ടികൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റംസ് ആവശ്യമുണ്ട്, ക്യാമറാസ് ആവശ്യമുണ്ട് അല്ലേ, നല്ല സ്റ്റുഡിയോ ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ക്യാമറാസ് സിസ്റ്റംസ് ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ IIIൻ്റെ ഓപ്പറേഷൻ അവിടെ നിന്നു അല്ലേ, IIIൻ്റെ ബിസിനസ് അവിടെ നിന്നു, സ്റ്റോപ്പായി അല്ലേ. ഇതാണ് ഓപ്പറേഷണൽ റിസ്ക്. ഇതാണ് ഏത്? ഓപ്പറേഷണൽ റിസ്ക്. ഇതാണ് ഓപ്പറേഷണൽ റിസ്ക് അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, അത് പല രീതിക്ക് ഉണ്ടാവേ. ചില കമ്പനി സിസ്റ്റംസ് ക്രാഷ് ആവും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവും അല്ലേ. ചില കമ്പനീസിലെ എക്യുപ്മെന്റ് അല്ലേ, എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അത് ക്രാഷ് ആവുന്നുണ്ട്. ചില കമ്പനീൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കേ. ഓൺലൈൻ ത്രൂ ബിസിനസ് നടത്തുന്ന ഒരുപാട് കമ്പനീസ് ഇല്ലേ, ഓൺലൈൻ ത്രൂ ബിസിനസ് നടത്തുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതൊരു ഓൺലൈൻ വെബ്സൈറ്റ് പെട്ടെന്ന് ഒരു ദിവസം ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് റിസ്ക്? ഓപ്പറേഷണൽ റിസ്ക്. കാരണം ഓൺലൈൻ വെബ്സൈറ്റ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അല്ലേ, അവർക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓൺലൈൻ അവർ മെയിൻ ബിസിനസ് നടത്താൻ ഓൺലൈൻ ത്രൂ അല്ലേ, അവർക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. അവർക്ക് ഓപ്പറേഷൻ എന്തായി? ബ്രേക്കായി. അങ്ങനെ ഓപ്പറേഷൻ ബ്രേക്ക് ആവുന്നുണ്ടോ, ഓപ്പറേഷൻ നിന്ന് പോകുന്നുണ്ടോ, ബിസിനസ് സ്റ്റോപ്പ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള റിസ്ക് ആണ് ഏത് റിസ്ക്? ഓപ്പറേഷണൽ റിസ്ക്. ഓക്കെ അല്ലേ. അതാണ് പറയുന്നത് ഇൻആഡിക്വേറ്റ് ഫെയിൽഡ് ഇന്റേണൽ പ്രോസസ്, പീപ്പിൾ ഓർ സിസ്റ്റംസ്. ഓക്കെ, സിസ്റ്റംസ് കാരണോ, പീപ്പിൾ കാരണോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഇന്റേണൽ പ്രോസസ്സ് കാരണോ, നമ്മളെ ഓപ്പറേഷൻ എന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ബിസിനസ് ആണ് നോക്കണ്ടേ. നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻ അവിടെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ റിസ്കിന് വിളിക്കുന്ന പേരാണ് ഇത് ഓപ്പറേഷണൽ റിസ്ക് അല്ലേ. ഞാൻ ക്ലാസ് അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ, നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ മൈക്ക് അല്ലെങ്കിൽ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാവും, സ്പീക്കറൊക്കെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാടാ? ഇല്ല. അവിടെ ക്ലാസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അല്ലെ, IIIൻ്റെ ഓപ്പറേഷൻ അവിടെ എന്താവും? ബ്രേക്ക് ആവും അല്ലെ. 3-4 ദിവസം ഇവിടെ കറണ്ട് ഇല്ല അല്ലെ, പവർ ഫെയിലിയർ ആണ്. പവർ ഫെയിലിയർ ആയി നമുക്ക് ക്ലാസ്സിൽ പ്രൊജക്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ എന്ത് റിസ്ക്? ഓപ്പറേഷൻ റിസ്ക്. അപ്പൊ നമ്മൾ ഈ റിസ്ക് കാരണം നമ്മളെ ബിസിനസ് ബ്രേക്ക് ആവുന്നുണ്ടോ, ഓപ്പറേഷൻ ബ്രേക്ക് ആവുന്നുണ്ടോ, ആ റിസ്ക് ആണ് ഏത് റിസ്ക്? ഓപ്പറേഷണൽ റിസ്ക്. ഓക്കെ അല്ലേ. അത് പല രീതിക്ക് നടക്കും. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇപ്പൊ നിങ്ങളെ ഒരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റാണ്. ഏത് ഡിപ്പാർട്ട്മെന്റാണ്? ഹ്യൂമൻ റിസോഴ്സ്. അറിയില്ലേ? നിങ്ങളെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലേക്കും നിങ്ങളെ ഹയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? HR ഡിപ്പാർട്ട്മെന്റാണ് അല്ലേ. നല്ല എംപ്ലോയീസിനെ കറക്റ്റ് ജോലിക്ക് അപ്പോയിന്റ് ചെയ്യണ്ടേ? നല്ല എംപ്ലോയീസിനെ കറക്റ്റ് ജോലിയിലേക്ക് എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. എന്നാലോചിക്കുക, നല്ല എംപ്ലോയീസിനെ കറക്റ്റ് ജോലിയിലേക്ക് എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. ചില സമയത്ത് HR ഡിപ്പാർട്ട്മെന്റ് വെറുതെ ആവശ്യമില്ലാത്ത എംപ്ലോയീസിനൊക്കെ ഹയർ ചെയ്യും അല്ലേ. അവർക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കൂലടാ. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത്. നല്ലൊരു ജോലിയിലേക്ക് ഇരുത്തണമെങ്കിൽ, നല്ലൊരു ജോലിക്ക് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾ ജോലിക്ക് പിടിച്ച് ഇരുത്തുന്നതിന് മുന്നേ ട്രെയിനിങ് കൊടുക്കണം അല്ലേ. ട്രെയിനിങ് കൊടുക്കാണ്ട് ഇരുത്തുവാണെങ്കിൽ ശ്രദ്ധിക്ക്, എറേഴ്സ് വരൂലേ, മിസ്റ്റേക്കുകൾ ഉണ്ടാക്കൂലേ അല്ലേ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഫസ്റ്റ് എംപ്ലോയീസ് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം ട്രെയിനിങ് കൊടുക്കാണ്ട് ഒരു എംപ്ലോയിനെ ജോലിക്ക് ഇരുത്തുവാണെങ്കിൽ അവിടെ റിസ്ക് വരാൻ ചാൻസ് കൂടുതലല്ലേ. ഓപ്പറേഷൻ ബ്രേക്ക് ആവൂലേ. കാരണം അത് പ്രോപ്പറായിട്ട് നമ്മൾ ആ വർക്ക് ചെയ്യുക? ഇല്ല, ചെയ്യത്തില്ല അല്ലേ. ആവശ്യമില്ലാത്ത ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു +2 കഴിഞ്ഞ കുട്ടീനെ ഹയർ ചെയ്തിട്ട് അവിടെ എത്തിയാൽ മതിയോ? ഇല്ല. കാരണം കുട്ടിക്ക് നോളജ് ഇല്ല. അവിടെ ഓപ്പറേഷൻ ബ്രേക്കായി, കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, കമ്പനി വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. ഓപ്പറേഷൻ ബിസിനസ് എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ആവും. കാരണം ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി മിനിമം CMA USA പോലത്തുള്ള പ്രൊഫഷണൽ കോഴ്സ് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. CMA USA എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലേ അതിൻ്റെ ഒരു നോളജും അതിൻ്റെ ഒരു സ്കിൽ ഉണ്ടാവത്തുള്ളൂ അല്ലെ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണ്ടേ? ഓക്കെ, എന്നാലും ഇതിൻ്റെ നോളജ് ഉണ്ടാവും.
അല്ലാണ്ട് വെറുതെ ഡിഗ്രി പഠിച്ച സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ +2 പഠിച്ച സ്റ്റുഡൻറ്റിനെ പിടിച്ചിട്ട് നമ്മൾ ആ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തിയാൽ വർക്ക് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. കമ്പനിന്റെ ഓപ്പറേഷൻ അവിടെ എന്തായി, ബ്രേക്ക് ആയി. അങ്ങനെ വരുന്ന റിസ്ക് ആണ് ഇത് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് അല്ലേ. അപ്പോൾ ഓപ്പറേഷണൽ റിസ്ക് ഒന്നുമില്ല, എന്താ കമ്പനിയുടെ ഓപ്പറേഷൻ അവിടെ ബ്രേക്ക് ആവുന്നുണ്ടോ അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് ആവുക. സിസ്റ്റം ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ടെക്നോളജി ആയിക്കോട്ടെ, പവർ ഫെയിലിയർ ആയിക്കോട്ടെ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കമ്പനി ഓപ്പറേഷൻ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അതാണ് ഇത് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്. സ്ട്രാറ്റജിക് റിസ്ക് എന്താ, കമ്പനി തെറ്റായ തീരുമാനങ്ങൾ കാരണം അല്ലെ, കമ്പനി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നില്ല. തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഇത് റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക്. ഹസാർഡ് റിസ്ക് വളരെ സിമ്പിൾ ആണ് അല്ലേ. എന്താ ഹസാർഡ് റിസ്ക്, നാച്ചുറൽ ഡിസാസ്റ്റർ കാരണോ, ഏതെങ്കിലും കീ എംപ്ലോയി മരണപ്പെട്ടു പോയ, കീ എംപ്ലോയി പ്രധാനപ്പെട്ട എംപ്ലോയി ആവണേ കമ്പനിയിലെ, സെക്യൂരിറ്റിക്കാരനായ പോലെ കമ്പനിയുടെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സീനിയർ മാനേജേഴ്സ് പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ റിസ്ക് വിളിക്കുന്ന പേരാണ് ഹസാർഡ് റിസ്ക്. ഹസാർഡ് റിസ്ക് ഈസ് ഓൾസോ കോൾഡ് ഇൻഷുറബിൾ റിസ്ക്. എന്താണ് ഇൻഷുറബിൾ റിസ്ക്? വേണമെങ്കിൽ നമുക്ക് ഈ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്തെടുക്കാം, ഇൻഷുറൻസുകൾ എടുക്കാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഫൈനാൻഷ്യൽ റിസ്ക്. ലാസ്റ്റ് റിസ്ക് ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് അല്ലെ, ഫൈനാൻസ്. ഓരോ റിസ്ക് നമുക്കറിയാം. സ്ട്രാറ്റജിക് റിസ്ക് എന്താ, തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട്, ബ്രാൻഡിനെ ബാധിക്കുന്നുണ്ട്. ആ റിസ്ക് ആണ് ഇത് റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹസാർഡ് റിസ്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹസാർഡ് റിസ്ക് എന്താ, ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ നോക്കുക. ഡിസാസ്റ്റർ ഉണ്ടോ? ഇല്ല, ഡിസാസ്റ്റർ ഇല്ല. ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി ഉണ്ടോ? ഇല്ല, ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി ഇല്ല. എന്നാൽ പിന്നെ ഹസാർഡ് റിസ്ക് അല്ല. എന്നാൽ പിന്നെ ഏതല്ല, ഹസാർഡ് റിസ്ക് അല്ല. പെട്ടെന്ന് മനസ്സിലായില്ലേ. എന്താ ഓപ്പറേഷണൽ റിസ്ക്? ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു നോക്കുക നമുക്ക് മനസ്സിലാവും. എന്താ, ഓപ്പറേഷൻ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ സിസ്റ്റം ക്രാഷ് ആവുന്നില്ല, ഓപ്പറേഷൻ ബ്രേക്ക് ആവുന്നില്ല. എന്നാൽ പിന്നെ ഓപ്പറേഷൻ റിസ്ക് അല്ല. പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ. അപ്പൊ തെറ്റായ തീരുമാനങ്ങൾ കാരണം വരാൻ പോകുന്ന റിസ്ക് സ്ട്രാറ്റജിക് റിസ്ക്കും, നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി കാരണം വരാൻ പോകുന്ന റിസ്ക് ഹസാർഡ് റിസ്ക്കും. എന്താ ഓപ്പറേഷൻ റിസ്ക്? ഓപ്പറേഷൻ ബ്രേക്ക് ആവണം, കമ്പനിയുടെ ബിസിനസ് അവിടെ ഡിസ്റപ്റ്റ് ആവണം, സ്റ്റക്ക് ആവണം. അങ്ങനെയാണെങ്കിൽ ആ റിസ്ക് ആണ് ഇത് ഓപ്പറേഷൻ റിസ്ക്, റിലേറ്റഡ് ടു ഓപ്പറേഷൻ അല്ലെ, ബിസിനസ് ഓപ്പറേഷൻ. ഹസാർഡ് റിസ്ക് റിലേറ്റഡ് ടു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദി കീ എംപ്ലോയി. സ്ട്രാറ്റജിക് റിസ്ക് കമ്പനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കാരണം, തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് സ്ട്രാറ്റജിക് റിസ്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിസ്ക് ഈസ് ഫൈനാൻഷ്യൽ റിസ്ക്. എന്ത് റിസ്ക്? ഫൈനാൻഷ്യൽ റിസ്ക്. ഫൈനാൻസ് അല്ലെ, ഫൈനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ക്യാഷ് അല്ലെ, ക്യാഷ് റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏത് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. എക്സാമ്പിൾ ശ്രദ്ധിക്കടാ, നിങ്ങളെ കമ്പനി ഒരു വലിയ എമൗണ്ട് കടെടുത്തു, വലിയ എമൗണ്ട് ബാങ്ക് പോയിട്ട് എന്ത് ചെയ്തു, കടെടുത്തിട്ടുണ്ട്. കടെടുത്ത കമ്പനിയെ സംബന്ധിച്ചോളം നേരിടാൻ പോകുന്ന റിസ്ക് ആണ് ഇത് ഫൈനാൻഷ്യൽ റിസ്ക്. കാരണം തിരിച്ചെടുക്കാൻ പൈസ ഇല്ല അല്ലെ. ഫൈനാൻഷ്യൽ റിസ്ക്, നല്ല രീതിക്ക് കടെടുത്ത കമ്പനിക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്ക് ആണ് ഫൈനാൻഷ്യൽ റിസ്ക് അല്ലെ. ഫൈനാൻസ് ആയിട്ട് ടൈറ്റ് ആയതുകൊണ്ടായിരിക്കൂലേ നിങ്ങൾ കടെടുത്തിട്ടുണ്ടാവുക. കടെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചടക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്ക് ആണ് ഫൈനാൻഷ്യൽ റിസ്ക്. അഥവാ നിങ്ങളെ കമ്പനിക്ക് ലാഭമൊന്നും ഇല്ലെങ്കിൽ, പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എടുത്ത പൈസ തിരിച്ചടക്കാൻ പറ്റത്തില്ലല്ലോടാ. അപ്പം കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഇത് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ റിസ്ക്, കമ്പനിക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇല്ല അല്ലെ. നമ്മൾ ഓൾറെഡി +1 +2 പഠിച്ചതാണ് ക്യാപിറ്റൽ അല്ലെ. കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ക്യാപിറ്റൽ, കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അല്ലെ, ക്യാഷ് റിലേറ്റഡ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ കമ്പനി നേരിടാൻ പോകുന്ന റിസ്ക് ആണ് ഇത് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. കമ്പനി കൂടുതൽ ഡെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക് ആണ് ഇത് ഫൈനാൻഷ്യൽ റിസ്ക്. ടേംസ് ഒക്കെ നോക്കിക്കോ, ഫൈനാൻസ് ആയിട്ട് കണക്റ്റഡാ അല്ലെ. ടേംസ് ഒക്കെ നോക്കിക്കോ, ഫൈനാൻസ് ആയിട്ട് കണക്റ്റഡ്. അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ കമ്പനിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തേ? നമ്മൾ ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഷെയർ കുറച്ച് കൊടുക്കണ്ടേ. അപ്പം പക്ഷെ കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര മാത്രം ക്യാഷ് ഒന്നും ബിസിനസ് നടത്തിയത് കിട്ടുന്നില്ലെങ്കിൽ ആ കമ്പനി നേരിടാൻ പോകുന്ന റിസ്ക് ആണ് ഇത് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. അപ്പൊ 4 റിസ്കുകൾ ഓക്കെ അല്ലേ എവറി വൺ? സ്ട്രാറ്റജിക് റിസ്ക്, ഹസാർഡ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാക്കിയായിരിക്കും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയും. ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എക്സാമ്പിൾ, ഇങ്ങനത്തെ നല്ല നല്ല എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വീണ്ടും കൂടുതലായിട്ട് വീണ്ടും കാണാം. ഓക്കെ അല്ലേ എവറി വൺ? ഓക്കെ, താങ്ക് യു, ബൈ.